ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ SP ഓഫീസിലേക്ക് വേദ വരികയാണ്. ഇപ്പം എന്താ കാര്യം എന്ന് SP ചോദിക്കുമ്പോൾ പറയുന്നത്, സാർ എൻ്റെ ഭർത്താവ് വിക്രത്തിൻ്റെ പേരിലൊരു കേസ് വന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ സാറ് പറയുന്നുണ്ട്, അത് കോടതിയിലേക്ക് എത്തിയ കാര്യമല്ലേ, അയാൾക്ക് ജാമ്യം കിട്ടിയല്ലോ, പിന്നെന്താണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതെ ശരിയാണ്, കോടതിയിലേക്ക് എത്തി, പക്ഷേ ഇത് കുറ്റം ചെയ്ത ആൾക്കാർ പുറത്തുണ്ടല്ലോ സാർ എന്ന് ചോദിക്കുകയാണ്. അതിന് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനായിട്ടാണ് തീരുമാനം എന്ന് വേദനോട് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള രമ്യ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ട്. അവരുടെ പേര് ശരിക്കും രമ്യ എന്നല്ല, വിജയലക്ഷ്മി എന്നാണ് അവർ ബാങ്കിലൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ അവരുടെ ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ അവരുടെ പേര് സൗമ്യ എന്നാണ്. ഇങ്ങനെ പല പേരിലായിട്ട് അറിയപ്പെടുന്ന ഒരാൾ ജെന്യൂനായിട്ടുള്ള ഒരാളാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, അന്ന് വിക്രമിൻ്റെ മേത്തേക്ക് മദ്യം നിറച്ച ബലൂണുകളാണ് കുറച്ച് ആൾക്കാർ കൂടിയിട്ട് എറിഞ്ഞത്. അതിനുശേഷം പിന്നീട് പടക്കം എറിഞ്ഞ് പൊട്ടിച്ചു. പിന്നീട് ഒരാളാണ് രമ്യയുടെ വീട്ടിലേക്ക് ഓടിക്കയറാനായിട്ട് ഒരു പ്രേരണ ഉണ്ടാക്കി അയാളുടെ പിന്നിൽ കൂടെയാണ് വിക്രം ഓടിക്കയറിയത്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇല്ലാത്ത രമ്യ റീൽസ് എടുക്കാമെന്ന് പറയുമ്പോൾ അത് വിശ്വസനീയമായിട്ടുള്ള കാര്യമല്ല. മാത്രവുമല്ല, പോലീസിന് വിക്രം മദ്യപിച്ചു എന്നുള്ളത് തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം കിട്ടിയത് എന്നൊക്കെ പറഞ്ഞാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ബാങ്കിലായാലും ഓഫീസിലായാലും പല പല അക്കൗണ്ടുകളിലും പല പല പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഈ രമ്യ ഒരു ഫ്രോഡ് തന്നെയാണ്. 10 ലക്ഷം രൂപ തിരിമറി നടത്തിയതിൻ്റെ പേരിൽ രമ്യനെ ഓഫീസിൽ നിന്ന് പുറത്താക്കിയതാണ്. ഇത് ഞാൻ ശേഖരിച്ചിട്ടുള്ള എല്ലാ രേഖകളും സാറിൻ്റെ കയ്യിൽ തരാമെന്ന് പറഞ്ഞിട്ട് ആ രേഖകളൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞ് രമ്യനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാമെന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് സാബുവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വിക്രം ശ്രീനിസാറിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ സുധ ഓടി ചെന്നിട്ട് വിക്രം വരുന്നുണ്ട് പറയുമ്പോൾ ശ്രീനിസാർ ഓടി വേഗം തന്നെ വിക്രത്തിനെ കാണാൻ പോകുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങളിപ്പോൾ തൽക്കാലം വിക്രമിനെ കാണണ്ട, നീ എന്താ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഇപ്പം കിട്ടിയിരിക്കുന്ന ഈ സീറ്റ് പോകും, അവന് ജാമ്യം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ, അവൻ കുറ്റവിമുക്തനായി എന്ന് ആരും പറഞ്ഞിട്ടില്ല, അവൻ കുറ്റം ചെയ്തു തന്നെയാണെന്ന് ഇപ്പോഴും നിലവിലുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഉള്ള സീറ്റ് കളയാൻ നിൽക്കണ്ട, തൽക്കാലം നിങ്ങളിവിടെ ഇരുന്നാൽ മതി, ഞാൻ അവനെ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വാതിൽ ചെന്ന് തുറക്കാണ്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, ഇതെന്താ മേഡം പതിവില്ലാതെ വാതിലൊക്കെ അടച്ചിട്ടിരിക്കുന്നത്, സാധാരണ ഇത് തുറന്നിടാറുള്ളൂ. അത് പക്ഷേ ഇതൊരു പാർട്ടി ഓഫീസായിരുന്നല്ലോ, പക്ഷേ ഇപ്പം ഞാൻ വന്നതിന് ശേഷം ചില മാറ്റങ്ങൾ വരുത്തി, വീടും പാർട്ടി ഓഫീസും, പിന്നെ വിക്രമിനെ പോലെ ചില പ്രിയപ്പെട്ട ആൾക്കാർ മാത്രമേ ഈ വീട്ടിലേക്ക് വരാൻ പാടുള്ളൂ എന്ന് ഞാനൊരു നിയമം ഉണ്ടാക്കിയെന്ന് പറയട്ടോ. അപ്പോൾ ശ്രീനി സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാണെന്ന് പറയട്ടോ. അപ്പോൾ ശ്രീനി സാർ ഇവിടെ ഇല്ല എന്ന് പറയുകയാണേ. ഇവിടെ ഇല്ലേ ചോദിക്കാണ്ട്. അതെ ശ്രീനി സാർ ഇല്ല, നിൻ്റെ കേസിൻ്റെ കാര്യം എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അത് അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ജാമ്യം കിട്ടിയത് ഭാഗ്യം, തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് പറയും. എന്നാലും കേസ് ഇപ്പോൾ നിലനിൽക്കുകയാണല്ലോ എന്ന് ചോദിക്കും കേട്ടോ. പിന്നെ പറയുന്നുണ്ട്, ശ്രീനി സാറിൻ്റെ കാര്യം പറയുമ്പോൾ ശ്രീനി സാർ എവിടേക്ക് പോയതെന്ന് ചോദിക്കുമ്പോൾ ശ്രീനി സാറ് പുറത്തേക്ക് പോയതാണ്, എവിടേക്കാണെന്ന് അറിയില്ല. അതെ പിന്നെ നിന്നോടൊരു കാര്യം പറയാനുണ്ട്, തൽക്കാലം നീ ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ശ്രീനി സാറ് പറയാറില്ലേ, നിൻ്റെ പേരിൽ ഇപ്പോഴും കേസുണ്ട്, അതുകൊണ്ട് തന്നെ നിൻ്റെ കാര്യം ഞാൻ വിളിച്ച് നാരായണസ്വാമിനോട് ചോദിച്ചപ്പോൾ നാരായണസ്വാമി പറഞ്ഞത് ശ്രീനി സാറിനായിട്ട് അധികം കൂടുതൽ സൗഹൃദം വേണ്ടാന്നാണെന്ന് പറയും കേട്ടോ. അപ്പോൾ വിക്രമിന് ചെറുതായിട്ടൊരു കാര്യം മനസ്സിലാവാണ് കേട്ടോ, ഒഴിവാക്കാണെന്ന്. എന്നിട്ട് പറയും, അതെ നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, മറ്റുള്ളവരെ മുന്നിലേക്ക് ശ്രീനി സാറിന് ഇട്ട് കൊടുക്കരുത്, നീ എതിർ പാർട്ടിക്കാരൊരു കാരണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ശ്രീനി സാറിൻ്റെ വണ്ടി ഇവിടെ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ, അത് വേറെ ആളെ വണ്ടിയിലാണ് പോയതെന്ന് പറയട്ടോ. അങ്ങനെ ശരി എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വണ്ടി കയറിയിരിക്കുമ്പോൾ ശ്രീനി സാറിൻ്റെ ചെരുപ്പ് കാണും കേട്ടോ. അപ്പോൾ അതൊന്നും നോക്കി വിക്രം നോക്കുന്നുണ്ട്. അത് ശ്രീനി സാർ വേറെ ചെരുപ്പാണ് ഇട്ടുണ്ടോയെന്ന് പറയും. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകും. എന്നിട്ട് അകത്തേക്ക് ചെല്ലുമ്പോൾ ഇതിൽ കൂടിപ്പോയി സുധേന്ന് പറയും. ഇത് എന്ത് കൂടിപ്പോകാൻ, ഇതേ ഇപ്പം തൽക്കാലം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടാൽ മതി, ഉള്ള സീറ്റ് കളഞ്ഞെടുക്കാൻ നോക്കണ്ട, അല്ലാണ്ട് തന്നെ നിങ്ങളുടെ പഴയകാല ചരിത്രം ചകയാൻ ആൾക്കാർ കാത്തിരിക്കുക, ഇനിയിപ്പോൾ ഇതും കൂടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് സുധ പോകട്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് രമ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വണ്ടിയിൽ വെച്ചിട്ട് വണ്ടിയുടെ താക്കോൽ തൊടുമ്പോഴേക്കും താക്കോൽ വലിച്ചെടുക്കുകയാണ് കേട്ടോ വേദ. അപ്പോൾ വേദന കാണുമ്പോൾ രമ്യ ഒന്നും ഞെട്ടുന്നുണ്ട്. തിരക്കുണ്ടോ എന്ന് ചോദിക്കാനുണ്ട്. ഉണ്ടെങ്കിൽ പതുക്കനെ പോകേണ്ടി വരും, അത് പറയാൻ നീ ആരാടി എന്ന് ചോദിക്കുന്നുണ്ട് വേദനോട്. അതെ മര്യാദയ്ക്ക് സംസാരിക്കണം, നീ എന്തായാലും തൽക്കാലം ഇപ്പോൾ എൻ്റെ കൂടെ വന്നാൽ മതി, നിൻ്റെ കൂടെ അതെ എൻ്റെ കൂടെ തന്നെ നീ വരണം, SP ഓഫീസിലേക്കാണ് നിന്നെ കൊണ്ടുപോകാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട്. അതേ നിന്നെ കൊണ്ടുപോകാൻ നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിലേ നിന്നെ കൊണ്ടുപോകാനുള്ള ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ബാക്കിൽ പോലീസുകാർ നിൽക്കുകയാണ് കേട്ടോ. നിന്നെ ഇന്നലെ രാത്രി തന്നെ കൊണ്ടുപോയി മൊഴി എടുത്തില്ലേ, ആ സാറ് തന്നെയാണ് നിന്നെ കൊണ്ടുപോകാൻ വന്നിട്ടുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രമ്യ ആകെ നിന്ന് വേർക്കാണേ.
എന്നിട്ട് പറയുന്നുണ്ട് ഇനി അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം, നീ തൽക്കാലം എൻ്റെ കൂടെ വരാൻ നോക്ക് എന്ന് പറയും കേട്ടോ. അപ്പോൾ രമ്യാണെന്നുണ്ടെങ്കിൽ വേറെ നിവൃത്തിയില്ലാണ്ട് വേദയുടെ കൂടെ ചെല്ലാണ്. എന്നിട്ട് സാബുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, അതെ നിങ്ങൾ ഈ പ്രതിനെ കൊണ്ടുപോകണ വഴിക്ക് പഴയൊരു കാര്യം ഉണ്ടല്ലോ, ഈ പ്രതി ഓടിപ്പോയി ചാടിപ്പോയി എന്നുള്ളത്, അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ, SP ഇടപെട്ട കേസാണ്, അത് നന്നായിട്ട് ഓർമ്മ വേണമെന്ന് പറഞ്ഞിട്ട് വേദ സാബുവിനൊന്നും നോക്കുകയാണ്. സാബു ആണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് കേട്ടോ. രമ്യ വണ്ടിയിൽ വന്ന് കയറാണ്. വേദന ദേഷ്യത്തോടു കൂടിയിട്ട് നോക്കിയിട്ടാണ് വണ്ടിയിലേക്കൊക്കെ കയറുന്നത്. പിന്നീട് SP ഓഫീസിൽ ചെന്നിട്ട് രമ്യനെ ചോദ്യം ചെയ്യാണ്. SP ചോദിക്കുന്നുണ്ട്, നിങ്ങൾ 3 കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടല്ലേ, ആദ്യത്തെ കേസ് നിങ്ങൾ എങ്ങനെയൊക്കെയോ ജാമ്യം കിട്ടി പുറത്തിറങ്ങി, രണ്ടാമത്തെ കേസിൽ 3ാമത്തെ കേസിൽ നിങ്ങൾ മേലധികാരികളെ സ്വാധീനിച്ച് കേസ് പിൻവലിപ്പിച്ചു, ഇതിപ്പോൾ 4ാമത്തെ കേസാണ്. ഇതിൽ നിങ്ങൾ അങ്ങനെ ഊരാന്ന് വിചാരിക്കണ്ട, സകല തെളിവുകളും കിട്ടിയിട്ടാണ് നിങ്ങളെ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ നിൽക്കുന്നത്. എന്നിട്ട് വനിതാ പോലീസിനെ വിളിക്കുകയാണ്. അതേ ഇവരെ നല്ല രീതിയിലൊന്ന് ചോദ്യം ചെയ്യാൻ പറഞ്ഞു. അവർ വടിയും കൊണ്ട് വരുമ്പോഴത്തേനും രമ്യ പറയും, വേണ്ട വേണ്ട ഞാൻ സത്യം പറഞ്ഞോളാം എന്ന് പറയുകയാണ്. എന്നിട്ട് സത്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സത്യം പറയുമ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ പുറത്ത് ആ ഒരു TV-യിലൂടെ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. രമ്യ പറയുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പക്ഷേ വേദ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ഇതേ സമയം വിക്രം വഴിയിലൂടെ പോകുമ്പോഴാണ് തന്നെ ആക്രമിച്ച ഗുണ്ടകളെ വിക്രം കാണുന്നത്. അവരാണെന്നുണ്ടെങ്കിൽ ഒരു കടയിൽ നിന്നിട്ട് സോഡൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം ഇങ്ങനെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും വിക്രമത്തിനെ കാണുമ്പോഴേക്കും അവരെല്ലാവരും ഇറങ്ങി ഓടാണ് കേട്ടോ. അപ്പോൾ പിന്നീ കൂടെ ആണെന്നുണ്ടെങ്കിൽ വിക്രം പോകും, ഒരുത്തനെ മാത്രം പിടികിട്ടുള്ളൂ. അപ്പോൾ മറ്റുള്ളവരൊക്കെ എടാ വാടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ എടാ നിൽക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ കൂട്ടത്തിലുള്ള ആൾക്കാർ ഓടിപ്പോവുകയാണ്. അപ്പോൾ വിക്രം പറയുന്നത്, കണ്ടില്ലടാ ഇതുപോലുള്ള കേസുകൾക്ക് എടുക്കുമ്പോഴേ ചത്താലും കൂടെ നിൽക്കുന്നവരെ വേണോടാ എടുക്കാനായിട്ട്, എടാ നിൽക്കടാ എൻ്റെയും കൂടെ കൊണ്ടുപോടാന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അലറി വിളിക്കുന്നുണ്ട്. പറയടാ നീ എന്തിനാടാ എന്ന് തന്നെ ആ വീട്ടിലേക്ക് ഓടിച്ച് കയറ്റുകയും ചോദിക്കുകയാണ്. എന്നിട്ട് വിക്രം കയ്യിലുള്ളൊരു കത്തി എടുക്കുകയാണ്. കത്തി എടുത്തിട്ട് അയാളുടെ വയറ്റത്ത് വെച്ചിട്ട് സത്യം പറഞ്ഞ് ഇപ്പം ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറയുകയാണ്. അങ്ങനെ അഭിലാഷാണ് എന്നെ കൊണ്ട് ചെയ്യിച്ചെന്ന് വിക്രത്തിനോട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് അഭിലാഷും കൂട്ടരും കൂടെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും വിക്രം പെട്ടു, ഇനി അവന് രക്ഷയില്ല. മറ്റുള്ള കേസുകൾ പോലെയല്ല സ്ത്രീകളുടെ കേസ്, കണ്ടില്ലേ ആയ ശ്രീനിവാസൻ തന്നെ തല പൊയ്ക്കിയോ. ആ ശ്രീനിവാസൻ എന്നോട് പറഞ്ഞത് ഈ ജില്ലയെ കാണരുതെന്ന്. അയാൾക്ക് ആ സ്ത്രീധനം കിട്ടിയ നാടാണോ ഈ ജില്ല? എന്തായാലും അയാളും പുറത്തിറങ്ങില്ല, വേറെ ആരും പുറത്തിറങ്ങില്ല. പക്ഷെ അവന് ജാമ്യം കിട്ടിയല്ലോ എന്ന് മറ്റൊരാൾ ചോദിക്കുകയാണെ. ജാമ്യം കിട്ടി, പക്ഷേ അവൻ്റെ മേത്തുള്ള ആ ചീത്തപ്പേര് പോകുമോ? അവനെന്തായാലും ആ ചീത്തപ്പേരൊന്നും പോകാൻ പോകുന്നില്ല. അവൻ എത്രയ്ക്ക് കുണ്ടിയായാലും അവനെ ആൾക്കാർ നല്ല പിള്ളയായിട്ടാണ് ഇതുവരെ കൊണ്ടു നടന്നിരുന്നത്. ഇനി അത് നടക്കൂല. അവനെ കുറച്ച് ജയിലിലാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ അഭിലാഷ് അങ്ങനെ മറ്റുള്ളവരോട് പറയുന്നുണ്ട്. അപ്പോൾ അവനെ വിശ്വസിച്ച് ഇറങ്ങി വന്നൊരു പെണ്ണുണ്ടല്ലോ, അവളും അവനെ വിട്ടു പോയിക്കോളും. അവൾ എന്തായാലും അവൻ്റെ കൂടെ നിൽക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാവരും ഉപേക്ഷിക്കും, അവനെ നാടും വീടും ഒക്കെ അവനെ ഉപേക്ഷിക്കും. അതാണ് എനിക്ക് കാണേണ്ടതെന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് വണ്ടിയും കൊണ്ട് വിക്രം അകത്തേക്ക് കയറി വരികയാണ്. വിക്രത്തിനെ കണ്ടോട് കൂടിയിട്ട് അഭിലാഷ് ആകെ ഞെട്ടി തെരച്ച് നിൽക്കുകയാണ്. എല്ലാവരും അതിട്ട് ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. വിക്രമാണെന്നുണ്ടെങ്കിൽ അഭിലാഷിൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.